ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും +2 മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. ഡിഫറൻസിയേഷൻ്റെ മറ്റൊരു ടൈപ്പാണ് പാരാമെട്രിക് ഫോമിലുള്ള ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ്. എന്താണ് ഈ പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ നോക്കാം. സാധാരണഗതിയിൽ നിങ്ങൾക്ക് y ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ് തരിക. അതിൻ്റെ ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കാനാണ് അല്ലേ. അല്ലെങ്കിൽ ലോഗരിതമിക് ഡിഫറൻസിയേഷനിലെല്ലാം എക്സിലും വൈയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇക്വേഷനായിട്ട് തന്നിട്ട്, അതായത് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ അങ്ങനെ തന്നിട്ട് അതിൽ നിന്ന് dy/dx കണ്ടുപിടിക്കുന്നു. അങ്ങനെയുള്ള പല മെത്തേഡ്സും നിങ്ങൾ പഠിച്ചു. ഇനി പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സും വൈയും ഒരു തേർഡ് വേരിയബിളിൻ്റെ ഫങ്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. എക്സ് ആൻഡ് വൈ ആർ റെപ്രസെൻറ്റഡ് ആസ് ഫങ്ഷൻസ് ഓഫ് എ തേർഡ് വേരിയബിൾ. ആ തേർഡ് വേരിയബിളിനെ നമ്മൾ ടി എന്നോ അല്ലെങ്കിൽ തീറ്റ എന്നോ ഡിനോട്ട് ചെയ്യും. അതിന് പാരാമീറ്റർ എന്നാണ് പറയുക. ദാറ്റ് തേർഡ് വേരിയബിൾ ഈസ് നോൺ ആസ് പാരാമീറ്റർ. So here x is equal to f of t and y equal to g of t, where t is the parameter. ഇങ്ങനെ വന്നാൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കാണാനുള്ള കണ്ടീഷൻ നമ്മൾക്ക് dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. dy/dx എന്ന് പറഞ്ഞാൽ dy/dt ഡിവൈഡഡ് ബൈ dx/dt ആണ്. അതായത് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, അതുപോലെ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, അത് രണ്ടും സെപ്പറേറ്റ് കണ്ടതിന് ശേഷം അതിൻ്റെ ഡിവിഷനാണ് dy/dx ആയിട്ട് വരിക അല്ലേ. ഇവിടെ dy/dt ബൈ dx/dt എന്ന് പറഞ്ഞാൽ dy/dt ഇൻറ്റു dt/dx എന്നല്ലേ. അതിൽ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എടുത്താൽ അതിൽ dt നമ്മൾ ക്യാൻസലേഷൻ കൊടുത്താൽ dy/dx എന്ന് തന്നെയല്ലേ കിട്ടുക. So dy/dx is equal to dy/dt divided by dx/dt. t ആണ് പാരാമീറ്റർ എങ്കിൽ, ഇനി തീറ്റയിലാണ് നിങ്ങൾക്ക് എക്സും വൈയും തന്നിട്ടുള്ളതെങ്കിൽ dy/dθ/dx/dθ എന്ന് വരും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേറ്റീവ്സ് ആണ്. സിമ്പിളായിട്ടുള്ള ഫങ്ഷൻസ് ആയിട്ടാണ് തരിക. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് എളുപ്പം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് തന്നെയാണ്, എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ആണ്. ഒന്നാമത്തത് ഫൈൻഡ് dy/dx ഇഫ് എക്സ് ഈക്വൽ ടു at² വൈ ഈക്വൽ ടു 2at. എക്സും വൈയും ടിയിലുള്ള ടേംസ് ആയിട്ടാണ് തന്നത് അല്ലേ. സോ നമുക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എഴുതണം, അതുപോലെ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എഴുതണം. അതായത് dx/dt എന്താ വരിക, എക്സ് ഈക്വൽ ടു at² ആണ്. അപ്പോൾ dx/dt എന്ത് വരിക, എ കോൺസ്റ്റൻ്റ് ആണല്ലോ. എ ഇൻറ്റു t² ഡെറിവേറ്റീവ് എന്താ 2t എന്ന് വരും. വിത്ത് റെസ്പെക്ട് ടു ടി തന്നെയല്ലേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ t² 2t എന്നല്ലേ വരുള്ളൂ. x² 2x വിത്ത് റെസ്പെക്ട് ടു x² ഡെറിവേറ്റീവ് എന്താണ് 2x ആണ്. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു t² ഡെറിവേറ്റീവ് എന്താ 2t മാത്രമാണ് അല്ലേ. അപ്പോൾ a ഇൻറ്റു 2t എന്ന് വരും. അതായത് 2at എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ വൈയുടെ ഡെറിവേറ്റീവ് dy/dt എന്ന് വരിക 2at എന്നാണല്ലോ y. അപ്പോൾ 2a ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് എന്താ 1 അല്ലേ വരിക വിത്ത് റെസ്പെക്ട് ടു ടി. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് x 1 അല്ലേ. അതുപോലെ ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഈസ് 1. സോ dy/dt ഈസ് 2a എന്ന് വരും. ഇനി dy/dx കാണാനുള്ള കണ്ടീഷൻ എന്താ, dy/dt ഡിവൈഡഡ് ബൈ dx/dt, ദാറ്റ് ഈസ് 2a ഡിവൈഡ് ബൈ 2at ഇസ് ഈക്വൽ ടു 1/t. 2a ക്യാൻസൽ ആയല്ലോ, അപ്പോൾ 1/t എന്ന് കിട്ടും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാരാമെട്രിക് ഫോമാണ് തന്നത്. നെക്സ്റ്റ് സെക്കൻഡ്, x ഈക്വൽ ടു 4t y ഈക്വൽ ടു 4/t ഫൈൻഡ് dy/dx. ഇതും രണ്ടിലും ടിയിൽ തന്നെയാണ് ഉള്ളത് അല്ലേ. പാരാമീറ്റർ ഇവിടെ ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് dx/dt എഴുതാം.
ഡി എക്സ് ബൈ ഡി ടി എന്താ 4t എന്നല്ലേ, അപ്പോൾ 4 ഇൻറ്റു ടിയുടേത് 1 എന്നല്ലേ വരിക, 4 എന്ന് തന്നെ കിട്ടും. ഡി വൈ ബൈ ഡി ടി എന്താ 4 ഇൻറ്റു 4 ഈസ് കോൺസ്റ്റൻറ്റ്, 4 ഇൻറ്റു പിന്നെ അവിടെ 1/t ആണുള്ളത്. 1/x എന്താണ് -1/x² അല്ലേ വിത്ത് റെസ്പെക്ട് എക്സ്. അതുപോലെ ഇവിടെ വിത്ത് റെസ്പെക്ട് ടി എന്താ 1/t-യുടേത് -1/t² അല്ലേ. ഡി വൈ ബൈ ഡി ടി ഈസ് 4 ഇൻറ്റു -1/t², ദറ്റ് ഈസ് -4/t² എന്ന് വന്നു. ഹെൻസ് dy by dx is equal to dy by dt by dx by dt, which is equal to -4/t² divided by 4. ഇവിടെ 4t² ഡിനോമിനേറ്ററിലേക്ക് വരും, 4 ക്യാൻസൽ ആവും ചെയ്യും, പിന്നെ -1/t² എന്നാണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് അതും സിമ്പിൾ തന്നെയാണ് അല്ലേ. നെക്സ്റ്റ് x equal to sin t, y equal to cos 2t, find dy by dx. ഇവിടെയും പാരാമീറ്റർ t തന്നെയാണ്. ഹെൻസ് dx by dt is equal to sin tയുടെ ഡെറിവേറ്റീവ് എന്താ cos t. അതുപോലെ dy by dt എന്താ വരിക cos 2t ആണ് y തന്നത്, അപ്പോൾ cos 2tയുടെ ഡെറിവേറ്റീവ് എന്താ വരിക -sin 2t ഇൻറ്റു 2tയുടെ ഡെറിവേറ്റീവ് 2 എന്ന് വരും അല്ലേ. അത് ചെയിൻ റൂളാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ -sin 2t ഇൻറ്റു 2 എന്ന് വരും. ഹെൻസ് dy by dx equal to dy by dt by dx by dt equal to -2 sin 2t divided by cos t. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ട്രിഗണോമെട്രിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. sin 2tയുടെ ഇക്വേഷൻ എന്താ 2 sin t cos t എന്നാണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ cos t അല്ലേ. അപ്പോൾ ഇവിടെ cos t ക്യാൻസൽ ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളത് -4 sin t എന്നാണ്. നെക്സ്റ്റ് ഇഫ് x equal to a cos theta, y equal to a sin theta, find dy by dx. ഇവിടെ എക്സും വൈയും ഏതിലുള്ളത് തീറ്റ എന്നുള്ള ഫംഗ്ഷനുമായിട്ടാണ്. തീറ്റയാണ് ഇവിടെ പാരാമീറ്റർ അല്ലേ. എ കോസ് തീറ്റ, വൈ എ സൈൻ തീറ്റ. അപ്പോൾ തീറ്റയാണ് പാരാമീറ്റർ. ഹെൻസ് ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് എഴുതണം നമ്മൾ. എന്താ വരിക ഡി എക്സ് ബൈ ഡി തീറ്റ -a സൈൻ തീറ്റ അല്ലേ. കോസ് തീറ്റേൻ്റെത് -sin തീറ്റ എന്നാണല്ലോ. അപ്പോൾ -a സൈൻ തീറ്റ എന്ന് വരും. ഡി വൈ ബൈ ഡി തീറ്റ എന്ത് വരും എ കോസ് തീറ്റ എന്ന് വരും അല്ലേ. വിത്ത് റെസ്പെക്ട് തീറ്റ ആണല്ലോ, അപ്പോൾ എ കോസ് തീറ്റ എന്ന് വരുള്ളൂ. ഹെൻസ് dy by dx എന്താ dy by d theta divided by dx by d theta, that's equal to a cos theta by -a sin theta. ഇവിടെ a ക്യാൻസൽ ചെയ്യും, അപ്പോൾ -cot theta എന്ന് കിട്ടും. അതുപോലെ അഞ്ചാമത്തത് x equal to a into theta plus sin theta, y equal to a into 1 minus cos theta, find dy by dx. ഇവിടെ dx by d theta തീറ്റ എന്നല്ലോ പാരാമീറ്റർ, അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് എഴുതണം. എന്താണ് എ കോൺസ്റ്റൻ്റ് ആണ്, എ ഇൻറ്റു പിന്നെ തീറ്റ പ്ലസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് ആണ്. തീറ്റയുടെ എന്താ വരിക 1 എന്നല്ല, എക്സിൻ്റെത് വിത്ത് റെസ്പെക്റ്റ് എക്സ് 1 എന്ന് പറയുന്നത് പോലെ ഇവിടെ തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് തീറ്റയാണ്. അപ്പോൾ അത് 1 എന്നാണ് വരിക. 1 പ്ലസ് സൈൻ തീറ്റ എടുത്ത് കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്നാണ് ഡി എക്സ് ബൈ ഡി തീറ്റ വരിക. അതുപോലെ ഡി വൈ ബൈ ഡി തീറ്റ എന്ത് വരും എ ഇൻറ്റു വൈയിൽ 1 മൈനസ് കോസ് തീറ്റ എന്നല്ലേ ഉള്ളത്. 1 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി. മൈനസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് -sin തീറ്റ എന്ന് വരും. അപ്പോൾ ഡബിൾ മൈനസ്, അപ്പോൾ 0 പ്ലസ് സൈൻ തീറ്റ എന്നാണ്, അപ്പോൾ സൈൻ തീറ്റ എന്ന് തന്നെ. എ ബ്രാക്കറ്റ് പുറത്തുണ്ടല്ലോ, അപ്പോൾ എ സൈൻ തീറ്റ എന്ന് കിട്ടും. Hence dy by dx equal to dy by d theta by dx by d theta equal to a sin theta by a into 1 plus cos theta. a cancel ചെയ്താൽ sin theta by 1 plus cos theta എന്ന് കിട്ടും. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കാം. സൈൻ തീറ്റേന 2 sin theta by 2 cos theta by 2 എന്ന് കൊടുക്കാം. 1 plus cos theta 2 cos square theta by 2 എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് tan theta by 2 എന്നുള്ള ആൻസർ കിട്ടും. അത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര മാത്രം മതി. അടുത്തത് x ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് കോസ് 2 തീറ്റ, y ഈക്വൽ ടു സൈൻ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ, ഫൈൻഡ് dy ബൈ ഡി എക്സ്.
ഇവിടെ ഡി എക്സ് ബൈ ഡി തീറ്റ എന്താ വരിക? മൈനസ് സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ഇൻറ്റു 2 എന്ന് വരും അല്ലേ. മൈനസ് കോസ് 2 തീറ്റേണ്ടത് മൈനസ് സൈൻ 2 തീറ്റ എന്നല്ലേ. അപ്പോൾ അവിടെ ഡബിൾ മൈനസ് വരുമ്പോൾ ഇത് പ്ലസ് ആയതാണ് അല്ലേ. സൈൻ 2 തീറ്റ ഇൻറ്റു 2 തീറ്റേണ്ടത് 2 അങ്ങനെയാണ് വരിക. അപ്പോൾ 2 സൈൻ 2 തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതാം. അതുപോലെ ഡി വൈ ബൈ ഡി തീറ്റ എന്താ വരിക? വൈ എന്താ? സൈൻ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ എന്നാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ എന്താ വരിക? കോസ് തീറ്റ മൈനസ് കോസ് 2 തീറ്റ ഇൻറ്റു 2 തീറ്റേണ്ടത് 2 എന്നും വരും. ഹെൻസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് 2 കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 2 സൈൻ 2 തീറ്റ മൈനസ് സൈൻ തീറ്റ. ഇതിനെ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ട, കാരണം അത്രയും നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കൂടുതൽ സിംപ്ലിഫിക്കേഷൻ അവിടെ പോസിബിൾ അല്ല. അപ്പോൾ അത്ര മതി. നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ, വൈ ഈക്വൽ ടു എ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റ. ഇവിടെയും ഡി വൈ ബൈ ഡി എക്സ് കാണാൻ എന്താ വേണ്ടത്? ആദ്യം ഡി എക്സ് ബൈ ഡി തീറ്റ കണ്ടുനോക്കാം. ഡി എക്സ് ബൈ ഡി തീറ്റ എന്താ? എ ഇൻറ്റു കോസ് തീറ്റേണ്ടത് മൈനസ് സൈൻ തീറ്റ പ്ലസ് അടുത്തത് തീറ്റ സൈൻ തീറ്റ എന്നാണ്. ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, ഒന്ന് തീറ്റയും മറ്റേ സൈൻ തീറ്റയും. അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ എക്സ് അങ്ങനെയൊക്കെ പറയുന്നത് പോലെയാണ് ഇവിടെ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, രണ്ട് വേരിയബിൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം. അപ്പോൾ എന്താ വരിക? തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും അല്ലേ. തീറ്റ ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് അല്ലേ, അപ്പോൾ കോസ് തീറ്റ എന്ന് വരും. പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് 1 എന്നും വരും. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റിലെ മൈനസ് സൈൻ തീറ്റയും പിന്നെ ഒരു പ്ലസ് സൈൻ തീറ്റയും ഉണ്ട്, അത് രണ്ട് ക്യാൻസലാവും. അപ്പോൾ ആൻസർ എ ഇൻറ്റു തീറ്റ കോസ് തീറ്റ എന്നാണ് കിട്ടുക, അത് ശ്രദ്ധിക്കാം. അതുപോലെ ഡി വൈ ബൈ ഡി തീറ്റ കാണുമ്പോഴും ഡി വൈ ബൈ ഡി തീറ്റ എന്താ വരിക? എ ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് പിന്നെ അവിടെ ഉള്ളത് തീറ്റ കോസ് തീറ്റ എന്നുള്ളതാണ് അല്ലേ. തീറ്റ കോസ് തീറ്റേൻ്റെത് പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം. അപ്പോൾ ആ മൈനസ് എന്നുള്ളത് അവിടെ പ്രോഡക്റ്റ് റൂളിൽ കംപ്ലീറ്റ് ബാധകമായതുകൊണ്ട് അവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കാം. കോസ് തീറ്റ മൈനസ് ഓഫ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1, അങ്ങനെയാണ് അത് പ്രോഡക്റ്റ് റൂൾ കൊടുത്താൽ വരിക. തീറ്റ കോസ് തീറ്റ എന്നുള്ള ടേമിന് നമ്മൾ പ്രോഡക്റ്റ് റൂൾ കൊടുത്തിട്ട് ചെയ്തു. അങ്ങനെയാണ് ഡി വൈ ബൈ ഡി തീറ്റ. ഇനി ഇതിൽ കോസ് തീറ്റയും പിന്നെ ഇവിടെ ഒരു മൈനസ് കോസ് തീറ്റയാണുള്ളത്, അപ്പോൾ അത് ക്യാൻസലാവും. പിന്നെ തീറ്റ സൈൻ തീറ്റ എന്നുള്ളത് ഡബിൾ മൈനസ് വരുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ എ ഇൻറ്റു തീറ്റ സൈൻ തീറ്റ എന്നാണ് ഇവിടെ ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ബ്രാക്കറ്റിനുള്ളിലൊക്കെ ഉള്ള ടേമിൽ പ്രോഡക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യാനുള്ള രീതിയിലാണ് വരുന്നത്, അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ആണ്. അതായത് എ ഇൻറ്റു തീറ്റ സൈൻ തീറ്റ ബൈ എ ഇൻറ്റു തീറ്റ കോസ് തീറ്റ. ഇവിടെ എ തീറ്റ ഒക്കെ ക്യാൻസലാവും. പിന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എന്ന് കിട്ടും. നെക്സ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി പ്ലസ് ലോഗ് ടാൻ ടി ബൈ 2 വൈ ഈക്വൽ ടു എ സൈൻ ടി ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. നോക്കാം. ഇവിടെ എക്സ് കുറച്ച് വലിയൊരു ഫംഗ്ഷനാണ് അല്ലേ. എ ഇൻറ്റു കോസ് ടി പ്ലസ് ലോഗ് ടാൻ ടി ബൈ 2 എന്നൊക്കെയാണ് ഉള്ളത്. അത് നമുക്ക് കുറച്ച് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. നോക്കാം. ഡി എക്സ് ബൈ ഡി ടി എന്താ കിട്ടുന്നതെന്ന്. ടി അല്ലേ ഇവിടെ പാരാമീറ്റർ, അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ആണ് എഴുതേണ്ടത്. ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് ലോഗ് ടാൻ ടി ബൈ 2 എന്താ വരിക? ലോഗ് എക്സിൻ്റെ 1 എക്സ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ലോഗ് ടാൻ ടി ബൈ 2 എന്താ വരിക? 1 ടാൻ ടി ബൈ 2 ഇൻറ്റു ടാൻ ടി ബൈ 2 എന്ത് വരും? 6² ടി ബൈ 2 ഇൻറ്റു ടി ബൈ 2 എന്ത് വരും? 1/2 എന്ന് വരും അല്ലേ. അതെല്ലാം ചെയിൻ റൂളിൽ വരുന്നതാണ്. അത്ര എഴുതിയാലേ അത് കംപ്ലീറ്റ് ആവും. ഇനി ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് ഇവിടെ 6² ടി ബൈ 2 എന്നുള്ളത് 1/cos² ടി ബൈ 2 എന്നുള്ള രീതിയിൽ, അപ്പോൾ അത് ഡിനോമിനേറ്ററിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ 1/2 എന്നുള്ളത് അത് 2 എന്നുള്ള ഡിനോമിനേറ്ററിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ടാൻ ടി ബൈ 2 സൈൻ ടി ബൈ 2 ബൈ കോസ് ടി ബൈ 2 എന്നാണ് എഴുതിയത്. അപ്പോൾ കോസ് ടി ബൈ 2 ന്യൂമറേറ്ററിലേക്ക് വരും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്.
ടാൻ ടി ബൈ ടുവിനെ സൈൻ ടി ബൈ ടു ബൈ കോസ് ടി ബൈ ടു എന്ന് എഴുതിയിട്ട് കോസ് ടി ബൈ ടു ന്യൂമറേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. സീക്സ് സ്ക്വയർ ടി ബൈ ടുവിനെ 1 ബൈ കോസ് സ്ക്വയർ ടി ബൈ ടു എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കിട്ടിയത്. ഇനി അതിൽ ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് ഇവിടെ ഒരു കോസ് ടി ബൈ ടു ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ. രണ്ടാമത്തെ ടേമിൽ കോസ് ടി ബൈ ടു ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ഉണ്ടാവുക 2 സൈൻ ടി ബൈ ടു കോസ് ടി ബൈ ടു എന്നാണ്. അത് സൈൻ ടിയുടെ എക്സ്പാൻഷനാണ്. സൈൻ ടിയുടെ ഹാഫ് ആംഗിൾ ഫോർമുല നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാന്നല്ലോ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ ആണ്. അതുപോലെ 2 സൈൻ ടി ബൈ ടു കോസ് ടി ബൈ ടു എന്ന് പറഞ്ഞാൽ സൈൻ ടി ആണ്. അങ്ങനെയാണത് 1 ബൈ സൈൻ ടി എന്ന് കിട്ടിയത്. ദാറ്റ്സ് ഈക്വൽ ടു ഇനി വീണ്ടും ഇവിടെ സൈൻ ടി കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻറ്റു മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ സൈൻ ടി എന്ന് കിട്ടി. ഇനിയിപ്പോൾ ഇത് ന്യൂമറേറ്ററിൽ 1 മൈനസ് സൈൻ സ്ക്വയർ ടി എന്നാണ് ഉള്ളത് ആക്ച്വലി അല്ലേ. അത് കോസ് സ്ക്വയർ ടി എന്ന് എഴുതിയിട്ടുണ്ട് ഡിവൈഡഡ് ബൈ സൈൻ ടി. ഇങ്ങനെയാണ് ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത്. ഇനി ഡി വൈ ബൈ ഡി ടി വൈ പിന്നെ വളരെ സിമ്പിളായ ഫംഗ്ഷൻ അല്ലേ. വൈ എന്താന്നിനി എ സൈൻ ടി എന്നാന്നിനി. അപ്പോൾ ഡി വൈ ബൈ ഡി ടി എന്താ എ കോസ് ടി അല്ലേ. ഹെൻസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി എന്നാണ്. ദാറ്റ് ഈസ് എ കോസ് ടി ഡിവൈഡഡ് ബൈ എ കോസ് സ്ക്വയർ ടി ബൈ സൈൻ ടി. അങ്ങനെയാണ് വരുന്നത്. അതിൽ സൈൻ ടി ഉള്ളത് ന്യൂമറേറ്ററിലേക്ക് എത്തി. പിന്നെ കോസ് ടി ഒന്ന് ക്യാൻസൽ ചെയ്താൽ എയും ക്യാൻസൽ ചെയ്താൽ പിന്നെ സൈൻ ടി ബൈ കോസ് ടി എന്നാണ്. അത് ടാൻ ടി എന്ന് കിട്ടും. അടുത്തത് ഒരു പ്രോബ്ലം കൂടി നോക്കാം. എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ഷോ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ് എന്നുള്ളതാണ്. ഇവിടെ ടിയിലാണ് പാരാമീറ്റർ. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എഴുതാം. റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്നാണ്. അപ്പോൾ റൂട്ട് എക്സ് എന്നുള്ള കമ്പാരിസൺ അല്ലേ. ചെയിൻ റൂൾ നമ്മൾ ഇമാതിരി പ്രോബ്ലംസ് എല്ലാം നമ്മൾ പരിചയപ്പെട്ടതാണ് ഇതേപോലെയുള്ള പ്രോബ്ലംസ്. അപ്പോൾ റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടിയുടെ എന്താ വരിക 1/2 റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു പിന്നെ എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടിയുടേത് എന്താ വരിക എ റേസ് ടു എക്സിൻ്റെ എന്താ എ റേസ് ടു എക്സ് ലോഗ് ചെയ്യുന്നല്ലേ. അപ്പോൾ എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടിയുടെ എന്ത് വരും എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ ഇൻറ്റു പിന്നെ സൈൻ ഇൻവേഴ്സ് ടിയുടേത് അതെന്താ വരിക 1/√1 മൈനസ് ടി സ്ക്വയർ. ഇത്ര ആയാലും മാത്രമേ അത് ചെയിൻ റൂളിൻ്റെ കംപ്ലീഷൻ ആവുള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്നുള്ളത് മുകൾ ന്യൂമറേറ്ററിലുള്ള എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടിയിൽ ക്യാൻസൽ ആവും. അപ്പം ന്യൂമറേറ്ററിൽ റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി വരും ഇൻറ്റു ലോഗ് എ ഇൻറ്റു 1/√1 മൈനസ് ടി സ്ക്വയർ അത്രയാണ് വരിക. നൗ ഡി വൈ ബൈ ഡി ടി അതേപോലെ തന്നെയാണ്. റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി അല്ലേ വൈ തന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക 1/2 റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടിയുടെ എന്ത് വരും എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ ഇൻറ്റു കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് -1/√1 മൈനസ് ടി സ്ക്വയർ അത്രയും വരും. ഇവിടെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ക്യാൻസൽ ആക്കാം. അപ്പോൾ ഇവിടെ വരിക ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ ലാസ്റ്റ്. അപ്പോൾ -1/2 ഇൻറ്റു റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ ഇൻറ്റു 1/√1 മൈനസ് ടി സ്ക്വയർ എന്ന് വരും. ഇനി ഡി വൈ ബൈ ഡി എക്സ് എഴുതാം. ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി ഇതിലെല്ലാം ക്യാൻസലാവും. 1/2 റൂട്ട് ഓഫ് എ റേസ് ടു 1/2 പിന്നെ ലോഗ് എയും 1/√1 മൈനസ് ടി സ്ക്വയർ അങ്ങനെയുള്ള ടേമിൽ രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. ഡി വൈ ബൈ ഡി ടിയിലും ഉണ്ട് ഡി എക്സ് ബൈ ഡി ടിയിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്യാൻസലായിട്ട് ബാക്കിയുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലേ മൈനസ് റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി അത് മാത്രമാണ് ബാക്കിയാവുക. ബാക്കിയെല്ലാം രണ്ടിലും കോമൺ ആയിട്ടുള്ള ടേമെല്ലാം ആണ് അത് ക്യാൻസലാവും. ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെന്ത് എഴുതാം -y/x എന്ന് എഴുതാം. റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ആണ് y എന്നുള്ളത്. അതുപോലെ റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ആണ് x എന്നുള്ളത്. അപ്പോൾ ഇതിനെ -y/x എന്ന് എഴുതാം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെല്ലാം പാരാമെട്രിക് ഫോം ഇതുപോലത്തെ പ്രോബ്ലംസാണ് നമുക്ക് ചോദിക്കുക. അതുപോലെ സിമ്പിളായിട്ടുള്ള തന്നെയാണ് ചോദിക്കുക. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ല ഇതിലുള്ളത്.
ഇനി അതിൻ്റെ ഹോംവർക്ക് എക്സ് ഈക്വൽ ടു സൈൻ ക്യൂബ് ഡി ബൈ റൂട്ട് ഓഫ് കോസ് 2t, അതുപോലെ y ഈക്വൽ ടു കോസ് ക്യൂബ് ഡി ബൈ റൂട്ട് ഓഫ് കോസ് 2t, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഇത് രണ്ടും കോഷ്യൻ റൂളിൽ ചെയ്യുക. ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും കോഷ്യൻ റൂളിൽ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത്ര ചെയ്യാം. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണാം. അതുപോലെ രണ്ടാമത്തെ എക്സ് ഈക്വൽ ടു എ കോസ് ക്യൂബ് തീറ്റ, വൈ ഈക്വൽ ടു എ സൈൻ ക്യൂബ് തീറ്റ. ഇത് ഡയറക്റ്റ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സ് ഈക്വൽ ടു ടി പ്ലസ് 1/t ഹോൾ റേസ് ടു എ. ഇത് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് ഇത് എക്സ് റേസ് ടു എന്നിൻ്റെ എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ല, അപ്പോൾ ഇത് എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ചെയിൻ റൂളിൻ്റെ ആപ്ലിക്കേഷനാണ്. വൈ ഈക്വൽ ടു എ റേസ് ടു ടി പ്ലസ് 1/t. ഇത് എ റേസ് ടു എക്സ് എന്ന് പറയുന്നത് പോലെയാണ്, അതിൻ്റെ ഡെറിവേറ്റീവാണ് ആദ്യം വരിക ഡി വൈ ബൈ ഡി ടി എടുക്കുമ്പോൾ. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഡി വൈ ബൈ ഡി ടി രണ്ടും കാണാം, എന്നിട്ട് ആൻസർ എഴുതാം. ഓക്കെ.